നമസ്കാരം. ലോകത്തെ ഏറ്റവും ജനപ്രീതിയുള്ള സ്മാർട്ട് വാച്ചുകളാണ് ആപ്പിളിൻ്റേത്. 10 വർഷം മുമ്പാണ് ആപ്പിൾ അവരുടെ വാച്ചുകൾ പുറത്തിറക്കുന്നത്. അന്ന് വിപണിയിൽ ഇതിന് വലിയ മൂല്യമുണ്ടായിരുന്നു. എല്ലാവരും തങ്ങളുടെ ഒരു അന്തസ്സിൻ്റെ അടയാളമായി ഈ വാച്ചുകൾ ഉപയോഗിച്ചിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായ വിവരം ലഭിക്കാൻ ഈ വാച്ച് ഉപയോഗിക്കാമായിരുന്നു. ഒരുപക്ഷെ വാച്ചുകളിൽ ഏറ്റവും അധികം സംവിധാനങ്ങളുള്ള ഒന്ന് ആപ്പിളിൻ്റെ ഈ വാച്ചുകൾ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ ആപ്പിളിൻ്റെ സ്മാർട്ട് വാച്ചുകൾക്ക് ഡിമാൻഡ് കുറയുന്നു എന്നാണ്. 2024 ഇതിൻ്റെ വിൽപ്പനയിൽ 19% ഇടിവുണ്ടായി എന്നാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആപ്പിളിൻ്റെ സ്മാർട്ട് വാച്ചുകൾക്ക് വിൽപ്പന കുറഞ്ഞപ്പോൾ മറ്റ് പ്രമുഖ കമ്പനികളുടെ സ്മാർട്ട് വാച്ചുകൾക്ക് ഡിമാൻഡ് കൂടി എന്നും ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ആപ്പിൾ ആദ്യമായി സ്മാർട്ട് വാച്ചുകൾ വിപണിയിൽ ഇറക്കിയപ്പോൾ കമ്പനി എന്ന് അവകാശപ്പെട്ടത് ലോകത്തെ ഉപകരണങ്ങളിൽ ഏറ്റവും വ്യക്തിഗതമായി നിങ്ങൾക്ക് അനുഭവപ്പെടാവുന്ന ഒരു ഉപകരണമാണ് ഈ ആപ്പിളിൻ്റെ വാച്ച് എന്നായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു അതിന് ഡിമാൻഡും ഉണ്ടായിരുന്നത്. മാർക്കറ്റ് റിസർച്ച് സ്ഥാപനമായ കൗണ്ടർ പോയിൻ്റാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. S10 എന്ന ആപ്പിളിൻ്റെ സ്മാർട്ട് വാച്ചിൻ്റെ ഏറ്റവും പുതിയ വെർഷൻ പുറത്തിറങ്ങിയിട്ട് പോലും ഇപ്പോൾ ആപ്പിളിന് വിൽപ്പന കുറവാണ് എന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഈ ഫോണുകൾക്ക് ഡിമാൻഡ് കുറഞ്ഞതിന് കാരണമായി നിരവധി വിഷയങ്ങൾ പലരും ഉന്നയിക്കുന്നുണ്ട്. എങ്കിലും ഏറ്റവും അധികം പേർ ഉന്നയിച്ച ഒരു കാര്യം ഈ ഫോണിലെ നിരന്തരമായി വരുന്ന നോട്ടിഫിക്കേഷനുകളാണ്. സാധാരണ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണുകളിലും മറ്റു നോട്ടിഫിക്കേഷൻ വരാറുണ്ടെങ്കിൽ പോലും കയ്യിൽ വാച്ച് കെട്ടിയിരിക്കുന്ന സമയത്ത് നിരന്തരമായി ഇത്തരം നോട്ടിഫിക്കേഷനുകൾ വരുന്നത് പല ആളുകളെ സംബന്ധിച്ച് ഇത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനങ്ങളിലൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ആപ്പിളിൻ്റെ സ്മാർട്ട് വാച്ചുകൾ ധരിച്ചവർക്ക് പലർക്കും ഇത് മടുപ്പുണ്ടാക്കുന്നു എന്നുള്ളതാണ്. പഠനത്തിൽ പങ്കെടുത്ത ഒരാൾ പറയുന്നത് താൻ കഴിഞ്ഞ 9 വർഷമായി ആപ്പിളിൻ്റെ സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ നിരന്തരമായ നോട്ടിഫിക്കേഷനുകൾ കാരണം മടുത്തുവെന്നും കഴിഞ്ഞ 7 മാസമായി താൻ ഈ ഫോണേ ഉപയോഗിക്കാറില്ല എന്നുമാണ് അയാൾ പറയുന്നത്. മറ്റൊരാൾ പറയുന്നതാകട്ടെ തനിക്കും ഈ വാച്ചിനോട് വല്ലാത്ത മടുപ്പ് തോന്നി തുടങ്ങി എന്നാണ്. ഒരാൾ പറയുന്നത് ആപ്പിളിൻ്റെ വാച്ച് തനിക്ക് വെറും ഒരു ഗ്ലോറിഫൈഡ് നോട്ടിഫിക്കേഷൻ സ്ക്രീനായി മാറി എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ഉപേക്ഷിച്ചതെന്നാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ ആപ്പിളിൻ്റെ സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുന്ന പലരും തങ്ങളുടെ പല ബുദ്ധിമുട്ടുകളും നിരന്തരമായി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നോട്ടിഫിക്കേഷനുകൾ തന്നെയാണ്. മറ്റും ചില പ്രശ്നങ്ങൾ ഈ വാച്ചുകൾക്കുണ്ട് എങ്കിൽ പോലും നോട്ടിഫിക്കേഷനുകൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വില്ലനായി മാറിയിരിക്കുന്നത്. ഏതായാലും ആപ്പിളിനെ പോലെ ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു കഴിഞ്ഞാൽ അതിന് അതിവേഗത്തിൽ തന്നെ പരിഹാരം കണ്ടുപിടിക്കുന്നതാണ് അവരുടെ രീതി. ഏതായാലും എന്തുകൊണ്ട് വിൽപ്പന കുറഞ്ഞു എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനം റിപ്പോർട്ടനുസരിച്ച് വളരെ കൃത്യമായി തന്നെ ആപ്പിൾ ഇതിന് പരിഹാരം കണ്ടെത്തും എന്ന് തന്നെയാണ് ലോകമെമ്പാടുമുള്ള ആപ്പിൾ പ്രേമികൾ ഇപ്പോഴും കരുതുന്നത്.